ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 5. വെയിൽ ചായാൻ തുടങ്ങുന്നതേയുള്ളൂ. എങ്കിലും പകൽ പോലും സൂര്യകിരണങ്ങൾ എത്തിനോക്കാൻ മടി കാണിക്കുന്ന ആ ജാതിത്തോട്ടത്തിൽ സന്ധ്യയുടെ പ്രതീതിയായിരുന്നു. നീന ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുന്നത് കണ്ട് വെറുതെ കസേരയിൽ ഇരിക്കുകയായിരുന്ന വർക്കിച്ചൻ എഴുന്നേറ്റു. ശങ്കരേട്ടാ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട കുട്ടി, ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എന്നാലും യാതൊരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത്, അയാൾ സങ്കോചത്തോടെ പറഞ്ഞു. പേടിക്കണ്ട എന്റെ വർക്കിച്ച, ഞാൻ ഒറ്റയ്ക്ക് മതി, അതാ നല്ലത്. അവൾ കളിയായി അയാളുടെ ഇരു കവിളത്തും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ അനുമതി നൽകി. അവൾ റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു. ഇരുവശങ്ങളിലും ആരുടെയൊക്കെയോ കൃഷിസ്ഥലങ്ങളാണ്. ഒരു പക്കാ ഗ്രാമം. വൈകുന്നേരത്തെ ഇളവെയിലിൽ ചെറിയ തണുത്ത കാറ്റേറ്റ് അവൾ നടന്നു. ഇടയ്ക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു തിരക്കും ഇല്ലാത്ത റോഡ്. വഴിയരികിൽ വല്ലപ്പോഴും കണ്ട ആ നാട്ടുകാർ അവളോട് കുശലം ചോദിച്ചു. നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന കള്ളം അവൾ എല്ലാവരോടും ഒരുപോലെ പറഞ്ഞു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആ സായന്തനത്തിന്റെ മനോഹാരിത കൂട്ടുന്ന സംഗീതമായി ഒരു ബുള്ളറ്റിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ വന്നു വീണു. ആ ശബ്ദം അടുത്തടുത്ത് വരുംതോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ആ ശബ്ദം അടുത്തടുത്ത് വന്ന് അവളെ കടന്നുപോയി. അവളുടെ കാലുകൾ എന്തിനോ നിശ്ചലമായി. ആ ബൈക്കിനു പിറകെ അവളുടെ കണ്ണുകളും മനസ്സും നടക്കാൻ തുടങ്ങി. അവളെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ മുന്നോട്ടു പോയ അവന്റെ കണ്ണുകൾ അവൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ബുദ്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മിററിലേക്ക് പാളി വീണു. അവൻ ഒരിക്കൽ കൂടി കണ്ടു അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആ സ്വപ്നത്തെ. മുന്നോട്ടു പോകുന്തോറും ചെറുതായി ചെറുതായി ആ കാഴ്ച അവന്റെ കണ്ണിൽ നിന്നും മറഞ്ഞു. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവളുടെ കാലുകൾ ചലിച്ചുകൊണ്ടിരുന്നു. ഒരു നനുത്ത പുഞ്ചിരി ആ ചുണ്ടുകൾക്ക് ഭംഗിയേകി. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോട് ഇഷ്ടം തോന്നിയ കഥ മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു. തന്നോട് അടുത്തു വരുന്ന ഒരു കാറിന്റെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ഒരു സ്വപ്ന ലോകത്തായിരുന്ന അവൾ അവിടെ നിന്ന് പുറത്തു കടക്കില്ലെന്ന് വാശി പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ റോഡിന്റെ സൈഡിലേക്ക് ഒതുങ്ങി നടന്നു. പക്ഷെ അവളെ ആ സ്വപ്ന ലോകത്തു നിന്നും പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ആ കാർ അവൾക്ക് തൊട്ടു മുന്നിലായി ബ്രേക്കിട്ടു. നീരസത്തോടെ അവൾ ആ കാറിലേക്ക് നോക്കി. കാറിൽ നിന്നും വഷളൻ ചിരിയുമായി ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. അവൾക്ക് ആളെ മനസ്സിലായില്ല. അയാൾ അവൾക്ക് മുന്നിൽ വന്ന് നിന്നപ്പോൾ കഴിച്ച മദ്യത്തിന്റെയോ സിഗരറ്റിന്റെയോ ഒക്കെ കൂടി വൃത്തികെട്ട നാറ്റം അവളുടെ മൂക്കിൽ അടിച്ചു. അവൾ മൂക്ക് ചുളിച്ചുകൊണ്ട് 2 അടി പിന്നോട്ട് വെച്ചു. അവൾ ഭയപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരടി മുന്നോട്ടും. അയാൾ മുന്നോട്ട് വരുന്നത് കണ്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. അപ്പോഴേക്കും കാറിൽ നിന്ന് 2 പേർ കൂടി പുറത്തേക്കിറങ്ങി. അപകടമാണെന്നറിഞ്ഞിട്ടും അവളുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അവർ കാണാതെ അവൾ അത് അടക്കി. ഏതാടി നീ എന്ന പ്രയോഗം അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ചോദിക്കാൻ നീ ആരാടാ? അതേ ട്യൂണിൽ അവളും തിരിച്ചു ചോദിച്ചു. ആ നാട്ടിൽ ഇന്നോളം ആരും തന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ലാത്തതിനാൽ അയാളൊന്ന് പതറി. എല്ലാവരും അവനെ കണ്ടാൽ പേടിച്ച് വഴിമാറി പോവുകയാണ് പതിവ്. അയാൾ തിരിഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങിയ കൂട്ടുകാരെ നോക്കി. ചാച്ചു, നീ ആരാന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. പാവം, ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. അവർ ഉച്ചത്തിൽ ചിരിച്ചു. അവളുടെ മുഖത്തെ പരിഹാസം ദേഷ്യത്തിന് വഴിമാറാൻ തുടങ്ങിയ ആ നിമിഷം ഒരു ബുള്ളറ്റിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ വന്നു വീണു. അവന്മാരുടെ കാതുകളിലും. അവർ ഒന്ന് പരിങ്ങിയത് അവൾ കണ്ടു. ആ ബൈക്ക് അവർക്ക് മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടു. ഒരു സമർപ്പിതന് ചേരാത്തതെങ്കിലും തന്റെ ജന്മരഹസ്യം പോലെ തീ പാറുന്ന 2 കണ്ണുകൾ അവരെ നോക്കി. അവന്മാർ പെട്ടെന്ന് തന്നെ കാറിൽ കയറി സ്ഥലം വിട്ടു. കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ഫിലിപ്പ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നിൽക്കൂ. അവളുടെ ശബ്ദം അവന്റെ കാതുകളിൽ വീണെങ്കിലും അത് ഭാവിക്കാതെ അവൻ മുന്നോട്ടു പോയി. അവൾ ചുണ്ടു കൂർപ്പിക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ട അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞത് അവൻ പോലും അപ്പോൾ ശ്രദ്ധിച്ചില്ല. മുന്നോട്ട് നടന്ന അവളുടെ കാലുകൾ ആ പള്ളിമേടയ്ക്ക് മുന്നിലാണ് നിശ്ചലമായത്. അവൾ ചുറ്റും നോക്കിയെങ്കിലും ആരെയും അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല.
ഒരു ദൈവികമായ നിശബ്ദ സംഗീതം അവിടെ ആകെ ഒഴുകി നടക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ പുറത്തുനിന്ന് തന്നെ കോളിംഗ് ബെല്ലിൽ അമർത്തി. 2 മിനിറ്റുകൾക്ക് ശേഷം ആ വാതിൽ തുറക്കപ്പെട്ടു. ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നു. അവളെ കണ്ട അയാളുടെ മുഖത്ത് അതിശയം ഒളിപ്പിച്ച ഇഷ്ടക്കേട് തെളിഞ്ഞു. അവിടുത്തെ ജോലിക്കാരനാണെന്ന് കരുതി അവൾ ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണണം. എന്നതാ കാര്യം? അത് അവിടെ പറഞ്ഞോളാം. മുഖത്തടിച്ചതുപോലെയുള്ള അവളുടെ മറുപടി അയാളിൽ അവളോടുള്ള ഇഷ്ടക്കേട് ഇരട്ടിയാക്കി. അങ്ങനെയൊന്നും അച്ഛനെ കാണാൻ പറ്റില്ല. കാര്യം പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചോളാം. അപമാനിക്കപ്പെട്ടതുപോലെയാണ് അവൾക്ക് അപ്പോൾ തോന്നിയത്. അതിൽ നിന്നും ഉടലെടുത്ത ദേഷ്യത്തോടെ അവൾ തർക്കിച്ചു, അച്ഛൻ നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നുമല്ലല്ലോ, എനിക്ക് കണ്ടേ പറ്റൂ. അവളുടെ മറുപടി കേട്ട് അയാൾ ശരിക്കും ഞെട്ടി. അവിടുത്തെ കപ്പ്യാരായ തന്നോട് ആളുകൾ ബഹുമാനത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ തന്നോടാണ് ഇന്നലെ എവിടെ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന ഈ നരുന്ത് പെണ്ണ് തർക്കിക്കുന്നത്. കടക്കടി പുറത്ത്, ഇവിടെ നിന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ. എന്നതാ ജോസിച്ചായ അവിടെ ബഹളം? പുറത്തേക്ക് വന്ന ഫിലിപ്പിന്റെ ശബ്ദം അവളെ അതിന് മറുപടി പറയുന്നതിൽ നിന്നും വിലക്കി. അവളെ കണ്ട് അവൻ ഒരു നിമിഷം പരിഭ്രമിച്ച് എന്തു പറയണമെന്നറിയാതെ നിന്നു. തിരുവസ്ത്രത്തിനുള്ളിൽ മാത്രം കണ്ടിട്ടുള്ള അവനെ കാഷ്വൽ ഡ്രസ്സിൽ അവൾ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ വീണ്ടും വിടർന്ന നയനങ്ങളിലെ ഭാവം എന്തെന്ന് തിരിച്ചറിയുന്നതിൽ അവൻ പരാജയപ്പെട്ടു. എന്നതാ നീന? അവന്റെ ശബ്ദം ശാന്തമെങ്കിലും ദൃഢമായിരുന്നു. അത് ഞാനൊരു താങ്ക്സ് പറയാൻ. അവൾ മുഴുവൻ പറയാതെ നിർത്തി. അവനൊന്ന് അമർത്തി മൂളിയ ശേഷം തുടർന്നു, നന്ദി പ്രതീക്ഷിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. അതിനുവേണ്ടി കുട്ടി ഇനി ബുദ്ധിമുട്ടണ്ട. അവൻ തിരിഞ്ഞകത്തേക്ക് പോയി. അവൻ കടന്നുപോയ വാതിക്കലേക്ക് അവളുടെ മിഴികൾ നീണ്ടു. ജോസിച്ചായൻ അവൾക്ക് നേരെ പരിഹാസം വിതറി. അവളുടെ മുഖത്തെ പ്രകാശം മാഞ്ഞു. കൺകോണുകളിൽ നീർ പൊടിയാൻ വെമ്പി. മഹാദേവൻ തന്റെ സതിയെ തിരിച്ചറിയാൻ ഇനിയും ദിനങ്ങൾ ബാക്കിയായിരുന്നു. ദക്ഷ. അവളുടെ കാതുകളിൽ മാത്രം പതിഞ്ഞ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൾ നിറമിഴികളോടെ തിരിഞ്ഞു നോക്കി.